എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്, ബാബാമി ക്ലാസ്മേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പ്രസംഗ വിഷയമാണ്. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതായ കുറവുകൾ, പരിമിതികൾ എന്തെല്ലാമാണ്, അതെങ്ങനെ നികത്താമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നമുക്ക് കിട്ടുന്നതായ ഒരു സ്റ്റേജിൽ നമുക്കുണ്ടാകുന്നതായ പോരായ്മകൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നതായ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ചിലരൊക്കെ ഒരാളുടെ മുഖത്തോട്ട് മാത്രം നോക്കി സംസാരിക്കുന്ന ഒരവസ്ഥ കണ്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ മാത്രം നമ്മളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നതായ ആ ഒരു മാറ്റം ചിലപ്പോൾ നമ്മുടെ വാക്കുകളെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കാം. അതാണ് ഒരാളിൽ മാത്രം ശ്രദ്ധിക്കാതെ മുഴുവൻ സദസ്സിനെയും നോക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനെ കൊണ്ട്. ഒരാളിൽ മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നതായ മാറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് വാക്കുകൾ നഷ്ടമായി പോകും, ചിലപ്പോൾ നമുക്കവിടെ പ്രസംഗിക്കാൻ പറ്റാതായി പോകും. രണ്ടാമതെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന രീതി. പ്രസംഗിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിലൊക്കെ നമ്മളൊരു വല്ലാത്ത മുഖവുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി നിൽക്കുന്നതായ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിൽക്കരുത്. നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിന്ന് നേരെ ആരോഗ്യവാന്മാരായിട്ട് നിന്ന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കണം. എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യം അവരുടെ മുന്നിൽ പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളൊരു പ്രസംഗമായി തീരത്തുള്ളൂ. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകൾ കുറഞ്ഞു പോവുക. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാക്കുകൾ കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ നഷ്ടമായി പോവുക. നമുക്ക് ചിലപ്പോൾ അറിയാതെ പറയാൻ പറ്റാതെ, ചിലപ്പോൾ ആ വാക്ക് നമ്മുടെ മനസ്സിൽ ഓർക്കാതെ നമ്മളങ്ങ് മറന്നു പോകും. ആ ഒരു കുറവിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രസംഗം അവിടെ വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വാക്കുകൾ ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മൾ പ്രസംഗിച്ച കാര്യം എപ്പോൾ അവസാനിപ്പിക്കണമെന്നുള്ളത്. ചില പ്രസംഗങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. നമുക്ക് തന്നെ അറിയത്തില്ല അതെങ്ങനെയാണ്, എവിടെ വെച്ചാണ്, എപ്പോൾ അത് നിർത്തണം എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കറിയാതായി പോകും. നമ്മുടെ സമയവും കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, പറയേണ്ടതായ ഓരോ പോയിന്റുകളും പെട്ടെന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കേണ്ട കാര്യം നമുക്കുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രസംഗത്തിനെ അവസാനം എവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമുക്കറിയാതായി പോകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റാണ് എവിടെ നമ്മൾ അവസാനിപ്പിക്കണം എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും മുഖത്ത് സന്തോഷമുള്ളവരായിരിക്കണം. സന്തോഷമുള്ള മുഖത്തോടു കൂടി മാത്രമേ നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് കയറാവുള്ളൂ. സന്തോഷമില്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരുപാട് ടെൻഷൻ, അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മളെങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഇതിടയ്ക്ക് വെച്ച് നിന്ന് പോകുമോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് മുഴുവൻ പറയാൻ പറ്റുമോ, മുഴുവൻ പറയാൻ പറ്റിയാലും പറ്റിയില്ലെന്നുണ്ടെങ്കിലും മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കണം. മുഖത്തൊരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാം, എന്നാലും നമ്മുടെ മുഖത്തൊരു ചിരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസംഗം നമുക്ക് മുന്നോട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓരോ പോയിന്റുകളും നമുക്ക് നഷ്ടമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിനോട് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കിയിരിക്കണം. ഒരുപാട് സംസാരിക്കാതെ വേണ്ടുന്നതായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ സദസ്സിൽ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രസംഗം അംഗീകരിക്കാനെ കൊണ്ടുള്ള കഴിവോടുകൂടി നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മുടെ പ്രസംഗം ഏറ്റവും വിജയമായി തീരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ
ധൈര്യമായ രീതിയിലൊരു പ്രസംഗവേദിയിൽ കയറി ചെല്ലാനും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി സംസാരിക്കാനും അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെന്താണോ പറയാനെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ കാര്യം പറഞ്ഞ് അവിടെ നമ്മുടെ പ്രസംഗം ഒരു വലിയ വിജയമാക്കി തീർത്ത് കയ്യടി നേടി നമുക്ക് തിരിച്ച് നമ്മുടെ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ വന്ന് നമുക്ക് തിരിച്ച് ഇരിക്കാൻ കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് ഒരാളിൽ മാത്രം ശ്രദ്ധിക്കാതിരിക്കുക, ഒരു വ്യക്തിയിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ പ്രസംഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതായ രീതി, നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത്, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണോ സംസാരിക്കാനെ കൊണ്ട് നിൽക്കുന്നത്, അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ കുറഞ്ഞു പോവുക, വാക്കുകൾ നഷ്ടമായി പോവുക, വാക്കുകൾ അവിടെ വെച്ച് നമ്മൾ പ്രസംഗം നഷ്ടമായി പോകും. അതുപോലെ തന്നെ സന്തോഷമുള്ള മുഖത്തോടു കൂടി നിൽക്കുക, എവിടെ വെച്ച് എപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രസംഗ വേദിയിൽ വളരെ ശക്തമായ രീതിയിൽ നല്ലൊരു പ്രസംഗം നടത്തി തിരിച്ച് നിങ്ങളുടെ സീറ്റിൽ വന്നിരിക്കാനൊക്കെ. അപ്പോൾ ഇന്നെൻ്റെ ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസം ഈ കാര്യങ്ങൾ കേൾക്കാനും അതിനുള്ള ഒരു മനസ്സ് തന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. സ്നേഹത്തോടെ വിജയ് തോമസ്.